കേണിച്ചിറ ചെറിയ ഐനിമല പ്രദേശത്താണ് കാട്ടാന ചെരിഞ്ഞ നിലയിൽ കാണപ്പെട്ടത്. ഈ വനാതിർത്തിയോട് ചേർന്ന് ഒരു കുളമുണ്ട്. ആ കുളത്തിൽ ഈ കാട്ടാനയുടെ ജഡം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ രാത്രി ചെരിഞ്ഞതാണ് എന്ന് കരുതുന്നു. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുന്നുണ്ട്. ഏതാനും നാളുകളായി ഈ ആന നെയ്ക്കുപ്പ മേഖലയിലടക്കം വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു ആനയാണ്. അധികം വലിപ്പമില്ലാത്ത ഒരു ആനയാണിത്. ഒരു കുള്ളനാന എന്നൊക്കെയാണ് നാട്ടുകാർ ഇതിനെ വിളിക്കുന്നത്. ഇത് നിരന്തരം വലിയ ശല്യമായിരുന്നു. കാരണം ഈ വാഹനങ്ങൾ തകർക്കുക, ഒപ്പം തന്നെ ഈ വീടുകളുടെ കെട്ടിടങ്ങൾ തകർക്കുക, അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആളുകളെ സംബന്ധിച്ചുണ്ടായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രദേശവാസികൾ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. നിങ്ങളുടെയൊക്കെ മേഖലയിൽ വലിയ ശല്യം ഉണ്ടാക്കിയ ഒരു ആനയാണല്ലേ നേരത്തെ ഉണ്ടായിരുന്നു? നെക്കുവ പ്രദേശങ്ങളിൽ ഇത് ബാത്റൂം പൊളിക്കുക, സോപ്പ് തീറ്റ, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇതിൻ്റെ. പിന്നെ ഷെഡൊക്കെ തകർക്കുക, കോഴിക്കോട് പട്ടിക്കൂടൊക്കെ പൊളിച്ചു പോവുക, അങ്ങനെയൊക്കെ ഭയങ്കര ശല്യമാണ് ഇതിനെ കൊണ്ട്. പിന്നെ ഇന്നലെ ഇങ്ങോട്ടും ഭയങ്കര ഇതായിരുന്നു. ഇങ്ങോട്ടേക്ക് കൂടുതൽ അങ്ങനെ ഇറങ്ങലില്ലായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇറങ്ങിയതാണ് ഈ സാധനം. ദിവസമായിട്ട് ഉണ്ട്. നെക്കുപ്പയാണ് മെയിനായിട്ട് ഇത്. അപ്പം നെക്കുപ്പേന്ന് വനജാഗ്രത എന്ന് പറഞ്ഞ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ആന കയറി കഴിഞ്ഞാൽ ഇതാവും. നെക്കുപ്പയുള്ളവരെ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നത്. കാരണം അവരെ തോട്ടങ്ങളും മുഴുവൻ കൃഷിയൊക്കെ നശിപ്പിച്ച് ഭയങ്കര ഇതായിരുന്നു. ഇതും ഇതിൻ്റെ കൂട്ടത്തും വലുത്. അങ്ങനെ മാത്രമല്ല വേറെ ആനയുണ്ട്. ആ കൂട്ടത്തും വേറെ ആന ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പിലുണ്ട്. വന ജാഗ്രത എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പേരൂർ സൈഡാണെങ്കിലും കൃഷിയൊന്നും എടുക്കുന്നില്ല. ഇപ്പോൾ ഇപ്രാവശ്യം ഭയങ്കര ശല്യമാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് പേരൂർ എന്ന് പറഞ്ഞ ഏരിയ. ഒരു 1.5 കിലോമീറ്റർ വ്യത്യാസം. അവിടെ നിന്ന് ഇപ്രാവശ്യം കൃഷികൾ മൊത്തം കുറവാണ്. ഭയങ്കര ശല്യമാണ് ഇതിനെ കൊണ്ട്. ഇതിനെല്ലാം മൊത്തത്തിൽ ആനേനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. എല്ലാ മൃഗങ്ങളായിട്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെയൊക്കെ വയൽ ഫോറസ്റ്റിൻ്റെ സൈഡിലാണ്. ഞങ്ങളെ കയറുമാടം വെച്ചിട്ട് കാവൽ വെച്ചിട്ടാണ് കിടക്കുന്നത്. ഈ പണിക്കും പോയിട്ട് വന്നിട്ടാണ് പിന്നെയും ഈ രാത്രി വന്ന് വീണ്ടും കാവൽ കിടക്കുന്നത്. ഇത് ആർക്കും അറിയില്ല ഇതിൻ്റെ അവസ്ഥയൊന്നും. അപ്പോൾ ഞാനൊന്നും പണ്ടൊന്നും നമ്മൾ ന്യൂസിൽ പറഞ്ഞായിരുന്നു ഈ കാര്യങ്ങളെന്ന്. എന്തായാലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നാട്ടുകാർ ഈ ആനകളെ കൊണ്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സങ്കടകരമായ കാഴ്ച. കാട്ടാന ചെരിഞ്ഞിരിക്കുന്നൊരവസ്ഥ ഉള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഇതിനുശേഷം മൃതദേഹം ഇവിടെ നിന്നും പുറത്തെടുത്ത ശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും. ഇത് പൂർണ്ണമായും വനാതിർത്തിയാണ്. വനത്തോട് ചേർന്ന് ഫെൻസിങ് അടക്കമുണ്ട്. അതിൻ്റെ തൊട്ട് അടുത്തായി തന്നെയാണ് ഈ ആനയുടെ ജഡം ഇങ്ങനെ ഒരു കുളത്തിൽ, സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണിത്. അതായത് വനത്തോട് ചേർന്ന് തന്നെയാണ്. അവിടെയാണ് ഇങ്ങനെ കാട്ടാന ചെരിഞ്ഞ നിലയിൽ കാണപ്പെടുന്നത്. ധാരാളം ആളുകളൊക്കെ ഇവിടെ എത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ആനയെ കൗതുകപൂർവ്വം എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു കൗതുകത്തിലൊക്കെ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മുതിർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തി പരിശോധന നടത്തുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് എന്താണ് മരണകാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്കും വനംവകുപ്പ് കടന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ സാഹചര്യം എന്ന് സംബന്ധിച്ച്. സജിലിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.